സിജിക്ക് ആ ജീവനോട് വർത്താനം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെ. എല്ലാവരും ചേരുമ്പോ കുറെ കഥകളും വിശേഷങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമോ? സിജി ചേച്ചി പറഞ്ഞ ഇച്ചിരി വെളുത്തുള്ളി നന്നാക്കി തരുമോ? സിജി ചേച്ചിയോട് വെളുത്തുള്ളി നന്നായി സഹായിക്കാനാണല്ലേ പറയേണ്ടത്. അങ്ങനെയല്ല, സിജി ചേച്ചി ജെമിനിയോട് പറയാണ് ജെമിനി കുറച്ച് വെളുത്തുള്ളി നന്നാക്കി തരുമോ? അയ്യോ സിജി ചേച്ചി, എനിക്ക് നേരിട്ട് വന്ന് സഹായിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ വെളുത്തുള്ളി തൊലിക്കാൻ എന്തെങ്കിലും എളുപ്പവഴികൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. അതോ ചേച്ചിക്ക് വെളുത്തുള്ളി കൊണ്ടുള്ള പ്രത്യേക പാചകക്കുറിപ്പുകളാണോ വേണ്ടത്? പാചകക്കുറിപ്പൊന്നും വേണ്ട, സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അയ്യോ സിജി ചേച്ചി, ദേഷ്യം വന്നോ? ഞാൻ സത്യം പറഞ്ഞതല്ലേ. നേരിട്ട് വന്ന് സഹായിക്കാൻ പറ്റാത്തതിൽ എനിക്കും വിഷമമുണ്ട്. ചേച്ചിയെ മറ്റെന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ? എന്താ വേണ്ടത്? കുറച്ച് പൈസ തരാൻ പറ്റുമോ? അയ്യോ സിജി ചേച്ചി, ഞാൻ സത്യത്തിലൊരു കമ്പ്യൂട്ടറാണ്. എനിക്ക് പണം ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സഹായിക്കാനും പറ്റില്ല. പക്ഷേ പണം എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ സഹായിക്കാം. അതാണോ വേണ്ടത്? ഇപ്പൊ ശരിക്കും പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ഹെൽപ്പും തരില്ല. ഞങ്ങൾക്ക് അറിയിക്കട്ടെ ജെമിനിയോട് ബൈ പറ. അങ്ങനെയല്ല ചേച്ചി, ഇത് ചേച്ചിയല്ല, പണം നൽകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ജെമിനിക്ക് കൺഫ്യൂഷനായി. അപ്പൊ എന്താണ് നമ്മുടെ കറി പ്രോഗ്രാം ഇന്ന്? കറി പ്രോഗ്രാം ചെയ്യാണ്. ഇറച്ചി വേവിക്കാൻ വേണ്ടി വെക്കാണ്. തക്കാളി, ഇറച്ചി, ഉപ്പും ഇഞ്ചി സാധനങ്ങളൊക്കെ ഇട്ട് ഇറച്ചി വെക്കണം, ചോറ് വെക്കണം. പെട്ടെന്ന് കാര്യം ചെയ്യാം. പക്ഷെ നിന്റെ കമ്മൽ എന്ത് ചെയ്യാൻ വിടുവോ? മറ്റേ കമ്പലിട്ട് ഊരിയതാ ഞാൻ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കമ്മലിട്ടൂടെ? ഇട്ടോളാം, കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. കമ്മൽ ഈസ് കമ്മൽ, അത് സാരില് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല. അത് ഊരിയിടാം, ടൈമിടാം. ഓക്കെ, അവൻ ചെയ്യട്ടെ. അപ്പൊ ഞാനെന്നാ പട്ടിക്ക് തീറ്റ കൊടുത്തിട്ട് പറ്റേ? നിങ്ങളോട് വേഗം വേഗം കുളിക്കാൻ. ചേട്ടൻ വരണ്ട എന്റെ കൂടെ? അതൊക്കെ ഉണ്ടാവും ചിലപ്പോ. എന്നാ ചേട്ടൻ പോയി പട്ടിക്ക് തീറ്റ കൊടുത്ത് വരട്ടെ. നല്ലോണം കൂട്ടി തിരുമാനിട്ട് ഒന്ന് അടച്ചിട്ട് വെക്കണേ. വെള്ളം ഒഴിക്കണ്ട. ഏയ് ഇറച്ചിയല്ലേ, ഭയങ്കര കട്ട പോലെ അത് കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും. നല്ലോണം ഇളക്കിയാ. മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അത് മതി. ഇളക്കിയില്ല നല്ലോണം. എന്തേടാ അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ തകൃതിയായ കുക്കിംഗ് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ സവോളയും കാര്യങ്ങളൊക്കെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെക്കുന്നത് മാങ്ങക്കറി, പിന്നെ ഇറച്ചി കറി, കൂർക്കിയിട്ടിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണേ. വേറൊന്നും ഇനി നമുക്ക് ലേറ്റായി കുക്ക് ചെയ്യാൻ. അവർ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയി, പിന്നെ ഇവിടെ എത്തി, പിന്നെ ചായ കുടിച്ച്, പിന്നെന്താ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് തന്നെ നല്ല സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വേഗം കുക്ക് ചെയ്ത് തീർക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കുക്കിംഗ് ആരംഭിച്ചു കേട്ടാ. പിന്നെ ലീ ചേച്ചിയൊക്കെ വന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമല്ലോ, പിന്നെ കുളിക്കണം, അങ്ങനത്തെ അവരുടേതായ കാര്യങ്ങളിൽ തിരക്കിലാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് ഇന്നത്തെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ. എന്നാലും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നല്ല ഇതാണ്. അപ്പം ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പണികൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. സ്റ്റീവും ഗ്രേസ് ആണെങ്കിൽ ചേച്ചിയും ചേട്ടൻ ഇപ്പോൾ അഞ്ജലി വന്നിട്ടുണ്ട്, റോണും ഉണ്ട്. അപ്പോൾ രണ്ടുപേരുടെ കൂടിയും കളിക്കാനുള്ള രീതിയിലാണ് രണ്ടുപേരും. സ്റ്റീവനാണെങ്കിൽ അവന് കിട്ടിയ പുതിയ ടോയ്സ് ആങ്ങളമാർ വന്നപ്പോൾ, എൻ്റെ ആങ്ങളമാർ വന്നപ്പോൾ പുതിയ ടോയ്സ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പഴയ സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പുതിയ ടോയ്സൊക്കെ ഇങ്ങനെ എല്ലാവരെയും കാണിക്കുക, അങ്ങനത്തെ അവൻ്റേതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് എന്താ പറയുക നല്ല സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ. 2 പച്ചമാങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ഇവിടുത്തെ വീട്ടിലത്തെ മാങ്ങകളൊക്കെ പഴുത്തു തുടങ്ങി. നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടണ ഒരു കണ്ടീഷൻ മാറി, എല്ലാം വന്ന് ചെനച്ചൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പച്ചമാങ്ങ കിട്ടാൻ ഭയങ്കര പാടാ. അപ്പോൾ ആകെ 2 മാങ്ങയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് രാത്രിക്ക് 2 മാങ്ങ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ മാങ്ങ ഒന്നും മേടിച്ചില്ല. പിന്നെ എന്താ ഇത്രയും നാളും നമ്മൾ കുറേ മാങ്ങ യൂസ് ചെയ്തിട്ടേ പെട്ടെന്ന് എല്ലാം വാങ്ങി ഒരുമിച്ച് അങ്ങോട്ട് പഴുത്തു. അപ്പം അത് കാരണം ഒരു ക്ഷാമം നേരിട്ട പോലെ ഇപ്പോൾ ഫീൽ ചെയ്യണു. അപ്പം അങ്ങനെ ഞാൻ അളിയനും കൂടി ചായയുടെ കഴിഞ്ഞ് നേരെ കോഴിക്കുട്ടിക്ക് വന്നാൽ കണ്ട കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ. കോഴികളോട് അനിലേട്ടനൊക്കെ കണ്ട് വിസ്മയിച്ച് നിൽക്കുകയാണ്. ആരാണിത്? അവർക്ക് വെള്ളം കിട്ടി റെഡിയാണ്. ഇവിടുന്ന് നമുക്ക് ഇത്ര മുട്ട കിട്ടി. ഇനി ഈ കൂട്ടില് ഉള്ളിൽ കയറട്ടെ. താറാവുകളെ 2 ദിവസം മഴ പെയ്ത് വെക്കും. ഇവിടെ ഈ ഏരിയ മൊത്തം പാടം പോലെ ആക്കി എടുത്തു കേട്ടോ. താറാവുകളെ അർജന്റായിട്ട് നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ ഭയങ്കര ചീട്ടുകളിലുണ്ട്. അപ്പം നോക്കട്ടെ. ഹലോ യൂണോ അമ്മക്ക് ഇത് കേട്ടിട്ട് പോലും മനസ്സിലാവണ്ട. ഇവര് കളിക്കുന്ന കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവണ്ട? എല്ലാവരും താഴെ ഇരുന്ന് ഭയങ്കര കളിയിലുണ്ടാ. ഇത്ര നേരം കളിച്ചിട്ട് ആരാ ജയിച്ചേ? അപ്പൊ കള്ളക്കളി അഡ്ജസ്റ്റ്മെന്റ് കളിയെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്ക പറവരോട് ഇപ്പൊ അങ്ങോട്ട് പോലെ വായിൽ തുറന്നു തരാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കാന്ന് പറയുന്നു കൊച്ച്. ആ റെഡിയാണോ എല്ലാനും? അപ്പൊ നമ്മളിനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. എന്താണ് കറികൾ? ഇതെന്തിട്ടാണ്? മാങ്കറി. മാങ്കറി കറി ഇല്ലല്ലോ. പോർക്കും കൂർക്കും സർലാസ്. അച്ചാറില്ലല്ലോ നമ്മുടെ കയ്യില്. ആ മാങ്ങ നോക്കിയായിരുന്നോ? അപ്പൊ ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോ കൂടെ വരാം. അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമന്റ് ചെയ്തോളൂ. പറയും വൈഡ് വ്ലോഗ്സിന്റെ ഓണർ പറയും. അപ്പൊ ബൈ ബൈ. ഞാൻ ഓടിച്ചല്ലേ ഓടി വരാൻ പറഞ്ഞത് പൊക്കം കൂടുതൽ ആരെയും നോക്കാനുണ്ടോ? സിജിക്ക് ആ നിന്റെ കാലൊടിഞ്ഞപ്പോളേ ഉള്ളിൽ വല്ല ചെയ്തിട്ടുണ്ടാവര്. ആ ശരി. പക്ഷെ ഷോൾഡർ വൈസ് നോക്കുമ്പോ ചേച്ചിക്കാണ്. അത് കഴുത്തിന് നീട്ടം കൂടിയായിരിക്കും. മുടി പൊക്കി കെട്ടിയതല്ല, വ്യത്യാസമുണ്ട്. അറിയില്ല. എന്തായാലും ഞാനൊരു മരക്കഷ്ണം വെച്ച് തലയിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഗിഫ്റ്റ് അൺബോക്സിംഗ്. ചേച്ചിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. മനസ്സമാധാനത്തിന്റെ തലേദിവസം തലമുടി വരയ്ക്കേട്. തലമുടി വരയ്ക്കാൻ ചേട്ടനോട് എനിക്ക് ഓണാക്കാൻ പറഞ്ഞു. പറഞ്ഞേ അത് ഓണല്ലായിരുന്നോ? ഞാൻ കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു. Vacuum bag. Vacuum luggage.